നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കാര്യം ശരിയാണ്. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇവിടെ ചുമതലയേറ്റ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് കയറി വയ്യാവേലികൾ ഉണ്ടാക്കേണ്ട എന്നുള്ള നിലപാടിലാണ് നമ്മുടെ സർക്കാരും. അതുകൊണ്ട് ഒരു മൃദു സമീപനമാണ് സർക്കാർ പാലിക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും ഗവർണർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഇപ്പോഴത്തെ ഗവർണറും അമ്പിനും വില്ലിനും അടുക്കാത്ത ഒരു വിഷയമായി ഭാവിയിൽ വരാൻ പോകുന്നതാണ് VC നിയമനം. അതുകൊണ്ട് പലതും മുൻപിൽ കണ്ട പിണറായി കരുക്കൾ നീക്കി തുടങ്ങി എന്ന് വേണം പറയാം. ഇപ്പോൾ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് മന്ത്രിമാർ. നിയമമന്ത്രി P രാജീവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവുമാണ് രാജ്ഭവനിലെത്തി ചർച്ച നടത്തിയത്. VC നിയമനത്തിന് അനിശ്ചിതത്വമടക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. രാജ്ഭവനുമായുള്ള ഭിന്നത പരിഹരിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം വലിയ പ്രതിസന്ധികളുണ്ട്. അതായത് സർവകലാശാലകളിലടക്കം സ്ഥിരം VCമാരില്ല. ബില്ലുകൾ ഗവർണർ തിരിച്ചയക്കുന്നുവെന്ന പരാതിയുണ്ട്. ബില്ലുകളിൽ തീരുമാനം വൈകുന്നുവെന്നും പരാതിയുണ്ട്. സർക്കാർ പഴയ ഗവർണർക്കെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഗവർണറും 2 മന്ത്രിമാരും ചേർന്നുള്ള 1 മണിക്കൂർ കൂടിക്കാഴ്ച രാജ്ഭവനിൽ നടന്നിരിക്കുന്നത്. VC നിയമനത്തിന്റെ കാര്യത്തിൽ സർക്കാരും ഗവർണറും എപ്പോഴും 2 തട്ടിലാണ്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിലേക്ക് എത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം ഒരു മഞ്ഞുരുകലിന്റെ സൂചനയായി തന്നെ ഈ കൂടിക്കാഴ്ചയെ കാണാം. മുൻ കേരള ഗവർണറായിട്ടുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനായിട്ടും അദ്ദേഹം ചുമതലയേറ്റ കാലം മുതൽ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ പലപ്പോഴും നേരിട്ട് ഉടക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പ്രധാനമായും ഗവർണറുടെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കാനോ നശിപ്പിക്കാനോ ഗവർണർക്ക് കഴിയും. ഭരണഘടന ഗവർണർക്ക് ചില വിവേചന അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അധികാരങ്ങൾ അദ്ദേഹം മിതമായും വിവേകത്തോടെയും നിഷ്പക്ഷമായും ഉപയോഗിച്ചാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ തീർച്ചയായും കുറയും. മറുവശത്ത് അദ്ദേഹം പക്ഷപാതപരമായും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ നിസ്സംശയമായും വർദ്ധിക്കും. കേന്ദ്രത്തിലല്ലാതെ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഗവർണറുടെ നടപടികളെ സംശയിക്കുന്നതിനാലും സമാന സാഹചര്യങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ ഉള്ളതിനാലും ന്യായമായും അങ്ങനെ ചെയ്യുന്നതിനാലും ഇത് പ്രത്യേകിച്ചും അങ്ങനെയാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതിലോ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിലോ ഗവർണറുടെ പങ്കുമായി ബന്ധപ്പെട്ട ദൂരവ്യാപകമായ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കൂടാതെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ധാരാളം തെറ്റിദ്ധാരണകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ കേരളത്തിന്റെ ഭരണതലവൻ എന്ന നിലയിൽ 5 വർഷത്തിലേറെ സജീവ ഇടപെടലുകൾ നടത്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവന്റെ പടിയിറങ്ങിയത്. P സദാശിവത്തിന്റെ പിൻഗാമിയായി എത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ പല വിഷയങ്ങളിലും സ്വീകരിച്ച അതിശക്തമായ നിലപാടുകൾ ഇടതുമുന്നണി സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവന്റെ പടിയിറങ്ങിയപ്പോൾ ആശ്വസിച്ചത് ഇടത് സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു. ചില ആളുകൾ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറയുന്നത് പോലെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യം. 2019 സെപ്റ്റംബർ 6 കേരള ഗവർണറായി ചുമതലയേറ്റ ആരിഫ് മുഹമ്മദ് ഖാൻ 2 പിണറായി സർക്കാരുകളുടെ കാലത്തായി 5 വർഷത്തിലേറെ സംസ്ഥാന സർക്കാരുമായി നേരിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു. പൗരത്വ ഭേദഗതി നിയമവിഷയത്തിൽ തുടങ്ങി കണ്ണൂർ VC നിയമനത്തിലൂടെ പോര് മൂർച്ഛിച്ചു. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്കും ഗവർണർ എത്തിയിരുന്നു. ഇതോടെ കെയർടേക്കർ ഗവർണർ BJPയുടെ കയ്യിലെ ആയുധമാണെന്ന ആരോപണവുമായി CPMഉം നേരിട്ട് രംഗത്തിറങ്ങി. ചാൻസലർ എന്ന നിലയിൽ സർവകലാശാല ഭരണത്തിൽ പിടിമുറുക്കിയ ഗവർണർക്കെതിരെ ഇടതുമുന്നണി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയ ചരിത്രവും ഇവിടെയുണ്ടാകും. അന്ന് 9 VCമാരുടെ രാജി ആവശ്യപ്പെട്ടാണ് ഗവർണർ തിരിച്ചടിച്ചത്. VCമാരെ നിയമിക്കാൻ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് താൽപര്യമുള്ളവരെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തതുമെല്ലാം ഗവർണർ സർക്കാരിന്റെ കണ്ണിലെ കരടായി. SFI തെരുവിലിറക്കി ഗവർണറെ നേരിടാനുള്ള CPM തീരുമാനം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. സർക്കാരിന്റെ പോലീസിനെ വേണ്ടെന്ന് വെച്ച ഗവർണർ സ്വന്തം സുരക്ഷയ്ക്ക് കേന്ദ്ര സേനയെ നിയോഗിച്ചു. അത്രയേറെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്നും പടിയിറങ്ങിയത്. ഇനി ഇപ്പോഴത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ആർലേക്കറിൽ നിന്നും പിണറായി ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കരുത്. ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ ഏതറ്റം വരെയും പോകുന്ന ഒരാളാണ് അദ്ദേഹം. എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കാൻ ശ്രമിക്കുകയുമില്ല. ഒരു ഗവർണറുടെ റോൾ എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തരും. രാഷ്ട്രീയ നേതാക്കൾക്ക് വിരമിച്ച ശേഷം സൗകര്യങ്ങളോടെ കഴിയാൻ ഭരണത്തിലുള്ള പാർട്ടിക്കാർ നൽകുന്ന സൗജന്യമാണ് ഗവർണർ സ്ഥാനമെന്നാണ് CPM കരുതുന്നത്. അതങ്ങനെയാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ആർലേക്കർ തന്നെ സർക്കാരിനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചു കൊടുക്കും.
അതേസമയം തന്നെ രാജ്ഭവനിൽ കഴിഞ്ഞ ദിവസമാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഈ സമയത്ത് തന്നെ കാണാനെത്തുന്നവർക്ക് അദിശ സമ്മാനം നൽകി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവരെ സ്വീകരിച്ചിരിക്കുകയാണ്. സന്ദർശനം കണ്ട് മടങ്ങും മുമ്പ് അതിഥികൾക്ക് ഫ്രെയിം ചെയ്ത ചിത്രം ഗവർണർ നൽകും. അതിഥിയെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ട ചിത്രം. മിനിറ്റുകൾക്ക് മുമ്പ് ഗവർണർക്കൊപ്പം നിൽക്കുന്ന ചിത്രം. ഇന്നലെ സന്ദർശിച്ച നിയമമന്ത്രി പി രാജീവിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനും ഗവർണർ അവരവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സമ്മാനിച്ചു. ചിത്രമെടുത്ത് കോപ്പിയെടുക്കാനായി രാജ്ഭവനിൽ പ്രത്യേക പ്രിന്റർ വാങ്ങി. ചിത്രമെടുത്ത് ഉടൻ പ്രിന്റ് എടുത്ത് ഫ്രെയിം ചെയ്യാനുള്ള ചുമതല രാജ്ഭവന്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ ദിലീപിനാണ്. അതേസമയം സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാൻ ഇന്നലെ പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ച് കരട് നിയമനിർമ്മാണ ബില്ലിന് അംഗീകാരം നൽകി. ബില്ല് ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. സിപിഐയുടെ എതിർപ്പ് ചില നീക്കുപോക്കുകളിലൂടെ മറികടന്നു. കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗങ്ങളിലും ചർച്ചയ്ക്കെത്തിയെങ്കിലും തർക്കത്തെ തുടർന്ന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബില്ല് ഗവർണർ അംഗീകരിച്ചാൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലകൾക്ക് കേരളത്തിൽ UGC നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ കഴിയും. ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിന് അധികാരമുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ സർക്കാർ പ്രതിനിധികൾ ഭരണസമിതിയിൽ ഉണ്ടാകും. നിയമം ലംഘിച്ചാൽ 6 മാസം മുമ്പ് നോട്ടീസ് നൽകി പിരിച്ചുവിടും. ഭരണപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങളോ റെക്കോർഡുകളോ വിളിച്ചുവരുത്താൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും. വ്യവസ്ഥകൾ പാലിക്കാതിരുന്നാൽ അനുമതി പത്രം പിൻവലിക്കാം. വ്യവസ്ഥകൾ ലംഘിച്ചാൽ അന്വേഷണത്തിന് സർക്കാരിന് ഉത്തരവിടാം. സംവരണം, വിസിറ്റർ പദവിയിലെ സുതാര്യത തുടങ്ങിയ കാര്യങ്ങളിലാണ് CPI പ്രധാനമായും എതിർപ്പ് അറിയിച്ചത്. മന്ത്രി പി രാജീവ് CPI മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ സമവായമായി. എല്ലാ സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും വിസിറ്റർ എന്നായിരുന്നു സർക്കാർ നിലപാട്. ഒത്തുതീർപ്പ് എന്ന നിലയിൽ സ്വകാര്യ സർവകലാശാലകളിൽ വിസിറ്റർ പദവി ഒഴിവാക്കി SC/ST സംവരണം ബില്ലിൽ ഉൾപ്പെടുത്തി.